നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ആൻസൺ മാത്യൂസ്. ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് കിയ സെൽറ്റോസിന്റെ ഒരു ടോപ്പ് എൻഡ് വെഹിക്കിൾ, അതായത് ഓൾഡ് മോഡൽ കിയ സെൽറ്റോസിന്റെ ടോപ്പ് എൻഡ് വരുന്ന വെഹിക്കിളിലെ ഒരു ഹെഡ്ലൈറ്റിലെ അപ്ഗ്രേഡ് ആണ്. ഇതിൻ്റെ അകത്ത് വരുന്നത് ഒരു അറൈസ് ഓഫ് LED ആണ് വരുന്നത്. അതായത് 4 അറൈസ് ഓഫ് LED, ഡിമ്മും ബ്രൈറ്റും ഒക്കെ സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്ന 4 അറൈസ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതിലേക്ക് ഒരു ബൾബ് അപ്ഗ്രേഡ് പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുന്ന അപ്ഗ്രേഡിൽ ചെയ്യാൻ പറ്റുന്ന പോസിബിലിറ്റി എന്ന് പറയുന്നത് FE റെട്രോഫിറ്റിന്റെ ഒക്ടോക്യൂ സെറ്റപ്പ് ആണ്. അപ്പോൾ നമ്മളിത് ഓൾറെഡി ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നത് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഡ്രൈവ്, അതുപോലെ തന്നെ പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഫുൾ വീഡിയോ ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്തത്, അതുപോലെ തന്നെ എത്രത്തോളം ഔട്ട്പുട്ട് ചേഞ്ച് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം. നമ്മുടെ സെൽറ്റോസിൽ വരുന്നത് ഈ ഒരു 4 അറൈസ് ഓഫ് LED ആണ്. 2 ഹെഡ്ലൈറ്റിലും 4 അറൈസ് ഓഫ് LED ആണ് വരുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു ഇതിൻ്റെ അകത്ത് ബൾബ് ചേഞ്ച് ഒന്നും പോസിബിൾ അല്ല. അപ്പോൾ ഈ ഒരു 4 അറൈസിലും നമ്മൾ 4 സെറ്റ് പ്രൊജക്ടറാണ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിലവിലുള്ള സ്റ്റോക്ക് സിസ്റ്റത്തിലുള്ള പെർഫോമൻസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഫോഗ് ലാമ്പിൽ കിട്ടുന്ന ഒരു ഔട്ട്പുട്ടാണ് ഈ ഒരു കാണുന്നത്. കട്ട് ഓഫ് ഒക്കെ കറക്റ്റാണ്, ലൈറ്റ് വളരെ കുറവാണ്. ഹെഡ് ലാമ്പിൻ്റെ ലോ ബീമിൽ കിട്ടുന്ന ഔട്ട്പുട്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ലോ ബീം വരുന്നത്, സ്റ്റോക്ക് ലോ ബീം വരുന്നത്. ഹൈ ബീം ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഹൈ ബീം വരുന്നത്. എന്തായാലും ഇതിൻ്റെ ലൈറ്റ് ഇൻറ്റൻസിറ്റി വളരെ കുറവായതുകൊണ്ട് രാത്രിയിൽ നമുക്ക് വാഹനം കംഫർട്ടബിൾ ആയിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് മെഷർ ചെയ്ത് നോക്കാം എത്രത്തോളം ലൈറ്റ് ഔട്ട്പുട്ടാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് എന്നുള്ളത്. നമ്മുടെ ലോ ബീം മെഷർ ചെയ്താൽ നമുക്ക് കിട്ടുന്നത്, ലെക്സ് മീറ്ററിലാണ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നത്, ഒരു 700 ലെക്സ് ആണ് നമുക്ക് ലോ ബീമിൽ കിട്ടുന്നത്. ഹൈ ബീം നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 1000 ലെക്സ് ആണ് ഹൈ ബീമിൽ കിട്ടുന്ന ഔട്ട്പുട്ട്. ഈ ഒരു ചെറിയ ലൈറ്റ് വെച്ചിട്ട്, അതും വൈറ്റ് ലൈറ്റ് ആണെന്നുള്ളതിൻ്റെ വേറൊരു നെഗറ്റീവ് സൈഡുമാണ്. ഈ ഒരു ലൈറ്റിലാണ് നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളുടെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞോളാം, 4 സെറ്റ് 1.8 സൈസുള്ള പ്രൊജക്ടേഴ്സാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഫ്രെയിമിൽ, ഇത് നമ്മുടെ സെൽറ്റോസിന് വേണ്ടിയിട്ട് മാത്രം വരുന്ന ഒരു പർട്ടിക്കുലർ ഫ്രെയിമാണ്. ഈ ഒരു ഫ്രെയിം സെറ്റിലാണ് നമ്മൾ ഈ പ്രൊജക്ടേഴ്സ് സെറ്റ് ചെയ്യുന്നത്. ഇതുപോലെ കുറച്ച് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. ഈ 4 ഒക്ടോക്യൂ പ്രൊജക്ടേഴ്സാണ് നമുക്ക് ഹെഡ് ലാമ്പിലേക്ക് ആഡ് ചെയ്യാനുള്ളത്. ഇതിന് വേറെ കുറച്ച് കാര്യങ്ങളെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ഇത് കംപ്ലീറ്റ് സെറ്റ് ആവുന്നത്. ഇത് നമ്മൾ ലൈറ്റ് നമ്മുടെ വാഹനത്തിൽ വെച്ചിട്ട് ഇതിൻ്റെ അലൈൻമെൻറ്റ്, കാലിബ്രേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു 4 പ്രൊജക്ടർ സെറ്റുകൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ വയറിങ്ങും അതുപോലുള്ള കാര്യങ്ങളെല്ലാം കുറേ അധികം ചെയ്തെടുക്കാനുണ്ട്. അതിന് മുമ്പ് തന്നെ ഇതിൻ്റെ അലൈൻമെൻറ്റ്, കാലിബ്രേഷൻ അതുപോലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ അത് സെറ്റ് ചെയ്യണം. അതിന് ശേഷമാണ് നമുക്ക് ഇതിൻ്റെ ഗ്ലാസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് സീൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു വർക്കുകളാണ് നടക്കുന്നത്, ഇതിൻ്റെ അലൈൻമെൻറ്റ്, കാലിബ്രേഷൻ കാര്യങ്ങളെല്ലാം. അതായത് നമുക്കിതിൽ ലോ ബീം എന്ന് പറയുന്ന സംഭവം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എതിരെ വരുന്നവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത തരത്തിൽ വേണം ലോ ബീം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് വർക്കുകൾ കഴിഞ്ഞ്, എല്ലാ പരിപാടികളും കഴിഞ്ഞ് ലൈറ്റ് സീലിങ്ങിന് ശേഷമുള്ള വ്യൂസാണ് ഇപ്പോൾ കാണുന്നത്. ഈ വാഹനം പുറമേ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു രീതിയിൽ, വാഹനത്തിന് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നുമില്ല. ഹെഡ്ലൈറ്റിലേക്ക് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രം ആ ഒരു 4 സെറ്റ് പ്രൊജക്ടേഴ്സ് ഇരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഈ വാഹനത്തിൻ്റെ ലുക്കിൽ വരുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. ഒരു ഭയങ്കരമായൊരു ഡിഫറൻസ് പറയാനില്ല. പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവാത്ത രീതിയിൽ ആ ലൈറ്റിൻ്റെ സിസ്റ്റത്തെയോ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ബ്യൂട്ടിയോ ഒന്നും ബാധിക്കാത്ത രീതിയിൽ തന്നെയാണ് നമ്മളിതിൻ്റെ ലൈറ്റ് അപ്ഗ്രേഡിങ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഈ വാഹനം ലൈറ്റ് സീൽ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് ലീക്ക് ചെക്കിങ് പ്രൊസീജിയർ കാര്യങ്ങളുണ്ട്. നമ്മൾ സീലിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം കമ്പനി സീലിംഗ് അതുപോലെ തന്നെയാണ് സീൽ ചെയ്തെടുക്കാറുള്ളതും. ആ ഒരു ഹെഡ്ലൈറ്റ് ഓപ്പൺ ചെയ്യുന്നിട്ട് എന്ന് മനസ്സിലാവാത്ത രീതിയിൽ തന്നെ, അല്ലെങ്കിൽ ആ കമ്പനി പെർഫെക്ഷനോട് കൂടി തന്നെ നമ്മൾ കഴിയുന്നതും ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ തന്നെ വാട്ടർ ടെസ്റ്റിങ്, അതുപോലെ ലീക്ക് പ്രൂഫ് ആണ് എന്ന് ഉറപ്പ് വരുത്താനുള്ള ടെസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ വാഹനത്തിലേക്ക് ഈ ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ലൈറ്റ് ഒന്ന് ഓണാക്കി കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ലൈറ്റ് ഓണായി കഴിയുമ്പോൾ വരിക. 4 സെറ്റ് പ്രൊജക്ടേഴ്സ് കാണാം. നമുക്ക് 4 സെറ്റിൽ നിന്ന് ലൈറ്റ് ഔട്ട്പുട്ട് വരുന്നുണ്ട്. ഇപ്പോൾ 4ലും ലോ ബീമാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ലൈറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത്. ഇനി നമുക്കറിയാനുള്ള ഇതിൻ്റെ അകത്ത് എത്രത്തോളം ലൈറ്റ് ഔട്ട്പുട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ഈ നമ്മളുടെ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു വാളിലേക്ക് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിലാണ്, ഇതൊരു ലെവൽ കട്ട് ഓഫിലാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഒരു 4 സെറ്റ് പ്രൊജക്ടർ ഉള്ളതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ ലൈനിലാണ് ഇതിൻ്റെ കട്ട് ഓഫ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ലോ ബീമിൻ്റെ കട്ട് ഓഫാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഹൈ ബീം ഒന്ന് ഓണാക്കി നോക്കാം. ഹൈ ബീം ഈ ഒരു രീതിയിലാണ് കാണുന്നത്. നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് ചേഞ്ച് നമുക്ക് ഈ ലൈറ്റിൽ ഇപ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ലൈറ്റിൻ്റെ പാറ്റേൺ, രീതികളെല്ലാം തന്നെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് മെഷർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലോ ബീമിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു 700 ലെക്സ് ആയിരുന്നു. അതിന് ഇപ്പോൾ 4000 ലെക്സിലേക്കാണ് ഇമ്പ്രൂവ് ആയിരിക്കുന്നത്. ഒരു വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് തന്നെ നമുക്ക് ഇപ്പോൾ ലോ ബീമിൽ വന്നിട്ടുണ്ട്. ഹൈ ബീമിൽ നോക്കിക്കഴിഞ്ഞാൽ 1000 ലെക്സ് ഉണ്ടായിരുന്നത് ഒരു 9300 ലെക്സിലേക്കും മാറിയിട്ടുണ്ട്. നല്ലൊരു ചേഞ്ച് തന്നെയാണ് കിട്ടുന്നത്. ഇനി നമുക്കുള്ളത് ഒരു നൈറ്റ് ഡ്രൈവ് ആണ്. രാത്രിയിലൊന്ന് വാഹനം ഓടിച്ചു നോക്കാം, എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളത് കാണാം. നമ്മളിപ്പോൾ വാഹനം നിർത്തിയിട്ട രീതിയിൽ പുറമേ നിന്നുള്ള വ്യൂ ആണ് കാണുന്നത്.
എത്രത്തോളം ലൈറ്റ് വരുന്നുണ്ട്. കാരണം ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് എങ്കിൽ പോലും നമ്മുടെ ലൈറ്റ് വളരെ എവിഡൻ്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ലോ ബീം ആണെങ്കിലും ഹൈ ബീം ആണെങ്കിലും നല്ല കവറേജും നല്ല വൈഡ് സ്പ്രെഡും കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മുടെ ലോ ബീമിൽ തന്നെ കിട്ടുന്നുണ്ട്. നമുക്ക് ഈ വാഹനം ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഇനി നമ്മൾ കാണുന്നത് വാഹനത്തിൻ്റെ അകത്തുനിന്നുള്ള വ്യൂ ആണ്. റോഡ് എത്രത്തോളം ഭംഗിയായിട്ട് കാണാമെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കും. റോഡ് കഴിഞ്ഞും പുറത്തേക്കും ലൈറ്റ് നല്ല രീതിയിൽ കവർ ചെയ്ത് പോകുന്നത് നമുക്ക് കാണാം. നല്ല രീതിയിലുള്ള കവറേജ് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. കാരണം ഇതിപ്പോൾ ഒരു വീതി കുറഞ്ഞ റോഡായതുകൊണ്ട് നമുക്ക് റോഡിൻ്റെ പുറത്തേക്ക് വെളിച്ചം പോകുന്നുണ്ട്. വീതിയുള്ള റോഡിൽ നമുക്ക് നല്ല രീതിയിൽ റോഡ് കവറേജ് കിട്ടുമെന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ലോയും ഹൈയും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അലൈൻമെൻറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓൺ കമ്മിങ് ട്രാഫിക്കിൻ്റെ എതിരെ വരുന്ന വാഹനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന വാഹനത്തിൻ്റെ നമ്മൾ ലോ ബീമിലായിരിക്കുമ്പോൾ ആ ലൈൻ കട്ട് ഓഫ് എപ്പോഴും ആ സൈഡ് മിററിൻ്റെ ഫ്രണ്ടിലുള്ള വാഹനത്തിൻ്റെ സൈഡ് മിറർ അതിൻ്റെ താഴെയായിരിക്കണം നമ്മുടെ ലൈൻ കട്ട് ഓഫ്. അതെപ്പോഴും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ എതിരെ വരുന്ന വാഹനത്തിലുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് റോഡ് കണ്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. കാരണം നമ്മളുടെ സൗകര്യം മറ്റുള്ളവർക്ക് അസൗകര്യമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഈ ഒരു ലൈറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ അപ്ഡേറ്റ് നമ്മൾ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കളർ ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിലും ഒരു 5000 കെൽവിനാണ് വരുന്നത്. അതുകൊണ്ട് അത്യാവശ്യം മഴയത്തും മഞ്ഞിലും ഒക്കെ നല്ല വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലുള്ള ലൈറ്റ് അപ്ഗ്രേഡാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്.